ഹലോ ഫ്രണ്ട്സ്, ലണ്ടൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലണ്ടനിലെത്തിയതിന് ശേഷം വർഷത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്. സ്ട്രാറ്റ്ഫോർഡ് സെൻറ്ററിലുള്ള NHSൻ്റെ ഡൊണേഷൻ സെൻറ്ററാണ് നമ്മൾ അതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സ്ട്രാറ്റ്ഫോർഡിലേക്ക് പോകാനായിട്ട് ലീബ്രിഡ്ജ് സ്റ്റേഷനിൽ നിന്ന് നാഷണൽ റെയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഒരാൾക്ക് രക്തദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം NHSൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡോണർ ID-യും മറ്റ് ഡീറ്റെയിൽസൊക്കെ കിട്ടും. എപ്പോഴാണോ നമുക്കൊരു ഒഴിവ് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ഇവിടെ അപ്പോയിൻമെൻറ്റ് തരും. ഞാനിപ്പോൾ ട്രെയിനിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. എൻ്റെ ബാങ്ക് കാർഡ് ആ മെഷീനിൽ ടാപ്പ് ചെയ്ത് ട്രെയിൻ എത്തിക്കഴിഞ്ഞു. ഇനി ഈ ട്രെയിനിൽ സ്ട്രാറ്റ്ഫോർഡ് പോയിട്ട് വേണം നമുക്ക് മാളിലേക്ക് പോകാൻ. എനിക്ക് വൈകുന്നേരം 4:30-ക്കാണ് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുള്ളൊരു ദിവസമാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ആളുകളൊക്കെ കൂടുതലും ജാക്കറ്റ് ഇട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നല്ല തെളിഞ്ഞ ആകാശമാണ്, പക്ഷേ തണുപ്പുണ്ട്. സ്ട്രാറ്റ്ഫോർഡ് മാളിൻ്റെ തൊട്ട് താഴെയാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ. നമ്മൾ അതുവഴി മുകളിലേക്ക് കയറി ഇതാ വെസ്റ്റ് ഫീൽഡ് എന്ന് എഴുതിയ കണ്ടോ, ഇതാണ് മാളിൻ്റെ എൻട്രൻസ്. നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ശനിയാഴ്ചയും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണിന്ന്. ഒരുപാട് ആളുകൾ കുടുംബസമേതം മാളിലേക്ക് എത്തിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളിവിടെ കാണുന്നത് സ്റ്റാർബക്സിൻ്റെ ഔട്ട്ലെറ്റാണ്. ആളുകളെ സ്വീകരിക്കാനായിട്ട് ഇവിടെ ബൊക്കെ കച്ചവടം ചെയ്യുന്നൊരു ഷോപ്പുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ പൂക്കൾ കാണാൻ. നല്ല റേറ്റാണ് കേട്ടോ ഓരോന്നിനും. 45 പൗണ്ട്, 60 പൗണ്ട്, 100 പൗണ്ട് അതൊക്കെ പറഞ്ഞാൽ നാട്ടിലെ 10,000, 12,000, 8,000 ആ പ്രൈസ് റേഞ്ചിലാണ് ഇവിടെ പൂക്കൂടകളുടെ വില. മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണിത്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് എസ്കലേറ്റർ വരും. അപ്പോൾ ഞാൻ ഈ എസ്കലേറ്റർ വഴി മുകളിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, ആളുകൾ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മിക്കവാറും ഫുഡ് കോർട്ടുകളും താഴെയാണുള്ളത്. ഈ ഗ്രിൽഡ് ഐറ്റംസ്, മക്ഡൊണാൾഡ്സ്, അങ്ങനെ വെറൈറ്റി ഫുഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മുമ്പ് ഞാൻ വന്നപ്പോൾ മുകളിലത്തെ നിലയിൽ എവിടെയാണ് NHSൻ്റെ സെൻറ്റർ. നാഷണൽ ഹെൽത്ത് സർവീസ് എന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മേഖലയെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബ്ലഡ് ഡൊണേഷൻ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്താലും അവർ നമുക്ക് ഒരു ഫോം തരും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അടുത്തായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഫില്ല് ചെയ്യുക. പിന്നീട് ഡോണറേയും കൊണ്ട് ഒരു ബൂത്തിലേക്കാണ് പോവുക. ഇവിടെ നമ്മുടെ വിരലിൻ്റെ അറ്റത്തു നിന്ന് ഒരു തുള്ളി രക്തം എടുത്തിട്ട് ഒരു ലിക്വിഡിൽ ഒട്ടിക്കും. ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ആവശ്യത്തിനുണ്ടെങ്കിലേ ഡൊണേഷന് നമ്മൾ അനുവദിക്കുള്ളൂ. എൻ്റെ കയ്യിൽ കാണാം അവർ സൂചിയൊക്കെ വെച്ച് രക്തം പുറത്തേക്ക് എടുക്കുന്നത്. ചെറിയൊരു വേദന ഉണ്ടാകും തുടക്കത്തിൽ, അതായത് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഇവിടുത്തെ റിക്ലൈനിങ് ചെയറിൽ കിടക്കുന്നത് കാണാം. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് രക്തദാനം പൂർത്തിയാക്കാൻ പറ്റും. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ തുടങ്ങണം. എവിടെ നോക്കിയാലും വെള്ളത്തിൻ്റെ ഗ്ലാസ്സും വെള്ളമായിരിക്കും. അങ്ങനെ ഒരുപാട് വെള്ളം കുടിച്ച് കഴിഞ്ഞ് രക്തദാനം കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റുകൾ, മുട്ടായികൾ, മധുരമൊക്കെ തരും. ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് കഴിച്ചത്. എന്തായാലും എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് ലീബ്രിഡ്ജിലേക്ക് പോവുകയാണ്. അപ്പോൾ രക്തദാനം മഹാദാനം, എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുക.